ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യാത്രാ വിമാനങ്ങൾ കവചമാക്കിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ആക്രമണമൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. യാത്രാ വിമാനങ്ങളാകുമ്പോൾ ഇന്ത്യ അതിന്മേൽ ആക്രമണം നടത്തില്ല എന്ന ഉറപ്പിന്മേലുള്ള പാകിസ്ഥാന്റെ ഗൂഢമായിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മുടെ സേനാ വക്താക്കളൊക്കെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നതെന്ന്. സമാനമായി തന്നെയാണ് അനന്തൻ, ഇന്നും ഈ യാത്രാ വിമാനങ്ങളെ കവചമാക്കിക്കൊണ്ട്, യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വിമാനങ്ങൾ ഉയർന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത് ചില രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വന്നത്. ഇന്ന് പക്ഷേ വിദേശകാര്യ മന്ത്രാലയം വാർത്താസമ്മേളനം നടത്തുമ്പോഴാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോണുകൾ അഴിച്ചുവിടുമ്പോൾ, ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ അതിന് മറയാക്കാൻ അവർ ഉപയോഗിച്ചത് യാത്രാ വിമാനങ്ങളെ ആണ് എന്നുള്ള വിവരം. അതേ മാർഗമാണ്, അതേ രീതിയാണ് ഇന്നും പാകിസ്ഥാൻ അവലംബിച്ചത്. ഇന്ന് ലാഹോറിലും ഇസ്ലാമാബാദിലും യാത്രാ വിമാനങ്ങൾ ആകാശത്ത് പറന്നു. അതിനെ മറയാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ തുടർച്ചയായി രണ്ടാം രാത്രിയിലും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത് വലിയ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത്. അത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ്. നമ്മുടെ അതിനെ നിരാകരിക്കുകയാണ്. ഇന്നലെ നടത്തിയ ആക്രമണത്തെയൊക്കെ പാകിസ്ഥാൻ നിരാകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം കൃത്യമായ തെളിവ് ഇന്ത്യ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അതിർത്തി ദേശങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അയച്ച ഡ്രോണുകൾ പൊട്ടിയതും പൊട്ടാത്തതും ഒക്കെ ഇന്ത്യ പറക്കി വെച്ചിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ തുർക്കിയുടെ അടക്കം ഡ്രോണുകൾ ഉണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം.